എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വിജയ് ചേട്ടാ, എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ. ആ ഒരു സോങ്ങിൽ നിന്ന് നമുക്കൊന്ന് തുടങ്ങാം. വളരെ അങ്ങ് ചെന്നൈയില് പാടാൻ പറ്റിയ ഒരു പാട്ടാണ്. അവിടെയുള്ള എല്ലാ വിത്തും മുളച്ചോണ്ടിരിക്കുകയാണ്. സൈക്ലോൺ അവിടെ. ഓക്കേ. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. ഒരു ചുംബനത്തിനായി ദാഹം ശമിക്കാതെ എരിയുന്ന പൂവിതൾ ചുണ്ടുമായി. പറയാത്ത പ്രിയതരമാമൊരു വാക്കിൻ്റെ മധുരം പടർന്നൊരു വെറുതെ പരസ്പരം നോക്കിയിരിക്കുന്നു നിറമൗന ചഷകത്തിൻ ഇരുപുറം നാം. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. Thank you so much. Beautiful. അടിപൊളി. ഈ മനുഷ്യൻ വാ തുറന്ന ചെറിയ പറയൂ. നമുക്ക് പാട്ടിലേക്ക് പോവാം. സെലിബ്രേഷൻ റൗണ്ടിൽ പാടാൻ എത്തുന്നു നമ്മുടെ സ്വന്തം ദിയ കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം ദിയ. గంధము పొయ్యరుగా పన్నీరు గంధము పొయ్యరుగా సుందరను సూర్యను ఇందిరను ചന്ദ്രനു എന്നു വരും മമ മന്ദിരത്തിൽ ഇന്ദു കലാധരനിൻ കാന്തൻ നീലാംബരി നീ വൈകാതെ ചൊല്ലു കണ്ടോ കണ്ടോ പ്രാണനാഥനെ കണ്ടോ സുന്ദരനോ സൂര്യനോ ഇന്ദിരനോ എൻ ചന്ദ്രനോ എന്നു വരും മമ മന്ദിരത്തിൽ ഇന്ദു കലാധരനിൻ കാന്തൻ കൈതാലക്കാറ്റൊന്നു കുഴൽ വിളിച്ചാൽ കണവന്റെ വരവാണെന്ന് തോന്നും. കളവാണിക്കിളിയുടെ കുരവ കേട്ടാൽ കല്യാണനാളാണെന്ന് തോന്നും. വെണ്ണിലവത്ത് കണ്ണുറങ്ങാതെ ഞാനെന്നും കാത്തിരിക്കും മാരൻ സുന്ദരനോ സുന്ദരനോ സൂര്യനോ ഇന്ദിരനോ എൻ ചന്ദ്രനോ എന്നു വരും മമ മന്ദിരത്തിൽ ഇന്ദു കലാധരനിൻ കാന്തൻ.
വിഷ്വലി ഭയങ്കര രസമായിരുന്നു. ഡാൻസും ദിയയുടെ ഡാൻസും എല്ലാം കൊണ്ടും ഭയങ്കര രസമായിരുന്നു. അപ്പൊ പാട്ട് നല്ലായിരുന്നില്ല എന്നാണ് പറയുന്നത്. അത് നിങ്ങളിലേക്ക് വരാലോ, എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ലല്ലോ. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. Sorry, I'm sorry for interrupting. ഫുള്ള് ബിക്കോസ് ഇറ്റ്സ് ഓൾ ഇൻ ദ ഗെയിം. ഓക്കെ. വിജയ് ചേട്ടാ, Diya, എന്താ സർ? very beautifully sung. വളരെ റെയർ ഒരു സോങ് ആണ് സെലക്ട് ചെയ്തത്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സോങ്? യു ഡാൻസർ ഓൾസോ ട്രെയിൻ ചെയ്തിട്ടുണ്ടോ ഡാൻസിങ്? അപ്പൊ അതുകൊണ്ടാണോ ഇങ്ങനത്തെ ഒരു സോങ് സെലക്ട് ചെയ്തത്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കണ്ടപ്പോ. വെരി ഗുഡ് നൈസ്. ഐ തിങ്ക് യു ആർ കംഫർട്ടബിൾ. അതിനനുസരിച്ച് അല്ലെങ്കിൽ ആ സോങ്ങിന്റെ കുറേ ഇൻട്രിക്കറ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അതുപോലെ തന്നെ ഐ തിങ്ക് ഞാനത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടിട്ടില്ല ഈ പാട്ട്. പക്ഷേ ഇറ്റ് വാസ് എ നൈസ് ഡിഫറെൻറ്റ് സെലക്ഷൻ ആൻഡ് യു ഡാൻസ് റിയലി വെൽ ഓൾസോ. സോ ഇറ്റ്സ് ഗുഡ് ദാറ്റ് യു ഇൻകോർപ്പറേറ്റഡ് ദാറ്റ്. സൂപ്പർ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വിജയ് ചേട്ടാ. ശരത് സർ. മോളെ ഓ, നന്നായിട്ട് പാടിയത്. താങ്ക് യു സർ. പിന്നെ എനിക്ക് പ്രധാനമായിട്ട് തോന്നുന്ന ആ ഒരു അനുപല്ലവി തുടങ്ങിയില്ലേ, അതാണ് മോക്ക ഒരു കണ്ണു കിട്ടാതാക്കുന്ന ഏരിയ. ഒരു ശ്രുതി വയസ്സാണെങ്കിലും ഒരു കൺട്രോൾ വയസ്സാണെങ്കിലും മോടെ കയ്യിൽ നിന്നില്ല. അത് ഒന്ന് പാടാമോ? ആ മോളെ എല്ലാം ഒന്ന് ഫിനിഷ് ചെയ്യോ കറക്റ്റായിട്ട്. എന്താ കൊല വിളിച്ചാലെന്നോ എന്താണ് അത് കേക്കണ്ടേ മോളെ? കൊല വിളിച്ചാൽ എന്നാ കേൾക്കുന്നത്. ഞാൻ ആനയൊക്കെ ഓർമ്മ വന്നു ചിഹ്നം വിളിക്കുന്നത്. ഒക്കെ വൃത്തിയായിട്ട് പറയൂ അക്ഷരം. മോളെ കുഴൽ വിളി, കുഴൽ വിളിച്ചാൽ അതൊക്കെ ഓക്കെ. കണവന്റെ വരവൊക്കെ എനിക്കിഷ്ടമായി. പക്ഷെ ഈ കുഴലിന്റെ കാര്യം ഒരു തീരുമാനമാക്കണം മക്കളെ, കേട്ടോ. നമ്മുടെ ഈ വെള്ളമൊക്കെ വരുന്ന കുഴലിൽ കൂടാ, കേട്ടോ. കുഴൽ വെള്ളം കുഴൽ പണം എന്നൊക്കെ പറയത്തില്ലേ. കുഴൽ അത് കേക്കണ്ടേ? കുഴൽ വിളി. ആ മോളെ ഴാ കേക്കട്ടടാ. കുഴൽ, ആ കുഴലല്ല കുഴൽ. മോളത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ മഹാവൃത്തികേടാവും. അതൊന്നും നോക്കിയാൽ മതി, വേറൊന്നുമില്ല. നല്ല രസമുണ്ടായിരുന്നു പാട്ട്. ഓൾ ദി ബെസ്റ്റ് മോളെ. ഷാനിക്ക. ദിയ, നന്നായിട്ട് പാടി മോളെ. ഈ പറഞ്ഞ പോലെ ഞാനും കൈതോലയുടെ താഴെയാണ് വര വെച്ചിരിക്കണേ. പിന്നെ മമ്മ മന്ദിരത്തിന്റെ പ്ലാൻ എങ്ങനെയാണ്? ആ ഓക്കെ, അത് 2-3 സ്ഥലത്ത് പോയതുപോലെ പോയായിരുന്നോ? ഷാനെ, പാറു വന്നിട്ട് ആദ്യം ആ കുട്ടിയുടെ അടുത്ത് ചോദിച്ചത് കേട്ടോ? എന്തായിരുന്നു? നിനക്ക് പിച്ചൗട്ടായോ? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് ഞാൻ കേട്ടായിരുന്നു. ശരത്തേട്ടാ, ഇങ്ങനെ പോവുകയാണെങ്കിൽ നാളെ മറ്റന്നാള് ഒരു പച്ചക്കസേരയും കൂടെ ഇവിടെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് അവിടെ നടുക്കേറി ഇരിക്കുന്നുണ്ടാവും. അല്ല, ഒരു പച്ചക്കച്ചാരം കൂടി ചിലപ്പോ നേരത്തെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തു, അതായത് ഇങ്ങനെ ശ്രദ്ധിക്കുന്ന കാര്യം. പക്ഷെ കുറച്ച് എക്സ്റ്റെൻസീവ് ആകുന്നുണ്ട്. അത് വിജയ് ആക്ച്വലി അങ്ങനെ പറയേണ്ട കാര്യമില്ല. ലൈഫിന്റെ ചില പ്രോബ്ലംസിൽ പെടുത്തേണ്ട ഒരു കാര്യം. അല്ല, ഞാൻ പറഞ്ഞ സത്യമല്ലേ? പാറു വന്ന് ചോദിച്ചില്ലേ നിനക്ക് പിച്ചൗട്ടായോ? അതിങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ഡിസ്കഷൻ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യുമല്ലോ. അപ്പൊ അവിടെ നിന്ന് പഠിക്കാലോ നമുക്ക്. ഇന്ന ഭാഗത്ത് അത് അങ്ങനെ ആയപ്പോഴാണ് പിച്ചൗട്ട് എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് പഠിക്കാലോ. ഭയക്കണം നമ്മുടെ കസേരയൊക്കെ ആടുന്നുണ്ടോ എന്നൊരു സംശയം. പക്ഷെ പാറു കൊള്ളാം കേട്ടോ. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് പഠിക്കുന്നത് നല്ലതാണ്. അതെ, സത്യം. പിന്നെ ഉള്ളത് പറയാലോ, സെലിബ്രേഷൻ റൗണ്ട് തുടങ്ങിയിട്ട് ഐ തിങ്ക് ദിസ് വാസ് ദ ബെസ്റ്റ് പെർഫോമൻസ് ഇൻ ദ ഹോൾ സെലിബ്രേഷൻ റൗണ്ടിൽ. കാരണം വേറൊന്നുമല്ല, ബാക്കിയുള്ള എല്ലാ പെർഫോമൻസ് നല്ലതായിരുന്നു. പക്ഷെ അതിൽ ഡാൻസേഴ്സും സിംഗറും ഭയങ്കര ഡിറ്റാച്ച്ഡ് ആയിട്ട് തോന്നിയായിരുന്നു. ഡാൻസേഴ്സ് അവിടെ ഉണ്ട്, സിംഗർ അവിടെ നിന്ന് ഇതുണ്ട്. ഇത് ഭയങ്കര സിങ്ക് ആയിരുന്നു നിങ്ങളെല്ലാവരും തമ്മിൽ. പിന്നെ അത് ഓഫ് കോഴ്സ് മോൾക്ക് ഡാൻസ് ചെയ്യാനറിയാം, അതിൻ്റെതായിട്ടുള്ളൊരു പ്ലസ് പോയിന്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കേൾക്കാനും കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഇനി മാർക്സ് ചോദിക്കാം. പാറു ഒന്ന് ഗസ് ചെയ്യ്, എത്രയായിരിക്കും അവളുടെ മാർക്ക്? ശരത്തേട്ടൻ കൊടുക്കുന്ന മാർക്ക് എത്രയായിരിക്കും?
ഇപ്പൊ ഇത്രയും കാലമായല്ലോ ഒക്കെ കാണാനും കേൾക്കാനൊക്കെ തുടങ്ങിയിട്ട്. ഓ ഞാൻ ഓൾറെഡി എന്റെ മാർക്ക് ഇവിടെ ഇട്ടു. എനിക്ക് അതും ഗസ് ചെയ്യും. അതെ, ഞാൻ മറന്നുപോയി. ഒരു 8.5. ഞാൻ എനിക്ക് കുഴപ്പമില്ല ശരത്തേട്ടാ. ചാച്ചാ. ഒരു ഗസ് അല്ലേ ഉള്ളൂ, അതെ. ഗസ് അല്ലേ, ആലോചിച്ചിട്ട് പറയുന്നൊന്നുമല്ല. എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. എങ്കിൽ 8.5 മാർക്ക്. ഓക്കെ ഷാനിക. വിജയ് ചേട്ടാ 8.5. അതാണോ നിന്റെ ഗസ്? ആ നീ ഷാനിക്കയുടെ ഇത്രയും എന്താ പറയാ വിശാലമായ ഹൃദയം അറിഞ്ഞിട്ടും നീ ഇത്രയ്ക്കും നീ കൺട്രോൾ ചെയ്ത് പറയണമെന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. 9 അല്ലേ 9? അല്ല 9. അതായത് എന്റെ മനസ്സിലുള്ള മാർക്കാണ് പാറു ആദ്യം പറഞ്ഞത് 8.5 എന്നുള്ളത്. പക്ഷെ ഈ പറഞ്ഞ പോലെ സെലിബ്രേഷൻ റൗണ്ടിനോട് 100% നീതി പുലർത്തിയതുകൊണ്ട് ഒരു 0.5 കൂടെ ഇട്ട് തന്നുകൊണ്ട് നമ്മൾ 9. താങ്ക് യു സർ. യെസ് 17.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ നെക്സ്റ്റ് ജോൺസൺ മാസ്റ്റർ ഹിറ്റ്സ് റൗണ്ട് ആണ്. പാടാൻ വരുന്നു നമ്മുടെ സ്വന്തം ധ്രുവ. ധ്രുവ കുസൃതി ചോദ്യം ഉണ്ടോ കയ്യില്? ഇറക്കാം നമുക്ക്. അതിന് മുന്നേ പാട്ടിനെ കുറിച്ച് എങ്ങനെയാണെന്ന് ചോദിക്കാം. ഓക്കെ ശരത് സർ. എന്താ പാറു? പാടിക്കഴിഞ്ഞു. ആ. വാട്ട് ഇസ് ദിസ്? അല്ല ഇത് പാർട്ട് ഓഫ് ദ ഗെയിം ആണോ? പാർട്ട് ഓഫ് ദ ഗെയിം. ആണോ? പാട്ട് പാട്ടിന്റെ ദൈവമേ. എന്താ ചെയ്യാ? കുസൃതി ചോദ്യം ഉണ്ട് കേട്ടാ കയ്യില്. ഓ നോ. മക്കളെ എന്നാ പിന്നെ അതങ്ങ് ചോദിക്കും. ആണല്ലേ? പിന്നെ കാര്യം നമുക്ക് അത് വെച്ച് കളിക്കാലേ. ഉത്തരം കിട്ടിയാലേ അത് കീറി മുറിക്കാം. അയ്യോ എന്നാ ചുമ്മാ പറഞ്ഞാ മോളെ. അല്ലല്ല ഞങ്ങളൊക്കെ ടെൻസ്ഡാടാ മോളെ. ഇത് പറഞ്ഞാ ഒന്ന് കൂളാവും. ഒരു കുസൃതി ചോദ്യം ആരുടെ അടുത്താ? വിജയ് യേശുദാസിന്റെ അടുത്താണോ? വിജയ് ചേട്ടാ ടാസ്ക് വരുന്നുണ്ട്. യെസ് ചോദിക്കട്ടെ. അതായത് എന്നെ പറ്റി ചിന്തിച്ചും പോലും ഇല്ല, എടുത്തങ്ങോട്ട് ഇട്ട് കൊടുത്തു. ആ ചോദിച്ചോ. കുറച്ച് ഹൈ ലെവലാണോ അതോ ലോ ലെവലാണോ? നിന്റെ ലെവലാ? മീഡിയം ആണ്. അയ്യോ തറ ലെവലാണ്. മകള് ചോദിച്ചോ. ചോദിച്ചോ. ഒരു സാധനം നമ്മൾ കറിയിലിടാനായിട്ട് മേടിക്കും, കറിയിലിടുകയും ചെയ്യും, പക്ഷെ നമ്മളത് കഴിക്കില്ല. കറിവേപ്പില. അല്ല. കറിവേപ്പിലൊക്കെ കഴിക്കുന്ന ആൾക്കാർ ശരിയല്ലേ? എല്ലാരും കഴിക്കാറില്ല, ചില ആൾക്കാർ മാറ്റി വെക്കും. കുഴപ്പമില്ല. ഞാൻ മാറ്റി വെക്കും. ഇതെല്ലാരും കഴിക്കില്ല. എല്ലാരും കഴിക്കില്ല. എല്ലാരും കഴിക്കില്ല എന്നാണോ? കറിയാണോ? ചിലര് കഴിക്കും. അല്ല, ആരും കറിയിലാണോ അതോ ബിരിയാണിയിലാവാം? എല്ലാ ഫുഡ് ഐറ്റംസിലും ഇടും. ഇതിടും. ഇതിടും പക്ഷെ അത് കഴിക്കില്ല. ഈ സാധനം ഇടും പക്ഷെ അത് പക്ഷെ നമ്മളത് കഴിക്കില്ല. ചുമ്മാ രസത്തിന് ഇടും. അതായത് അത് കഴിക്കില്ല അല്ലേ? അല്ല. നമ്മളത് കഴിക്കില്ല. കഴിക്കില്ല. ഓക്കേ. ആലോചിക്കേ. സോറി, ഞാൻ അത്രയും കപ്പാസിറ്റി ഓൾറെഡി യൂസ് ചെയ്തിടും. കിട്ടിയോ? സ്പൂണാണോ? ഒന്നും വെയിറ്റ് കിട്ടി. തവി. ഓ അതായത് കറിയിലിടും. എല്ലാ കറിയിലിടും പക്ഷെ നമ്മളത് കഴിക്കില്ല. ഫാന്റാസ്റ്റിക് മോളെ. വെരി ഇന്റലക്ച്വൽ. Fantastic and blown plastic. Okay, ഷാൻ റഹ്മാൻ. ഹരിശങ്കർ സാറിനേക്കാളും കൂടുതൽ ബുദ്ധി ഇപ്പൊ ഷാനിക്കൊക്കെയാണെന്നാണ്. പണ്ട് മന്ദബുദ്ധി ആയിരുന്നു മക്കളെ. Okay, congratulations, Mr. ഷാൻ റഹ്മാൻ. It's all in the game. എന്നാലും അതെങ്ങനെ? ഷാനത് ടക്കന്ന് കയറി പറഞ്ഞു രണ്ട് പല്ല് പോയിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ പറഞ്ഞു കൊടുത്തിരുന്നു. ആണല്ലേ? I studied in America. അവിടെ ഞങ്ങൾ കറി ഉണ്ടാക്കാറില്ലല്ലോ. Only burger. We don't put spoon, okay? We don't put spoon in curry. We put finger. മോളെ ഇനി പറയട്ടെ. പറഞ്ഞ എന്തൊരു ആശ്വാസം. അതൊക്കെ മനസ്സിലൊരു ഭാരം. മനസ്സിന്റെ സമാധാനമായി ഭാരം. അതെ മക്കളെ നന്നായിട്ട് പാടി. എനിക്ക് ആ തുടക്ക അനുപല്ലവിയില്ലേ ഏതാ പൂവാക. ആ അത് ഒരു ഭീകര ഷൗട്ടിങ് ആയിപ്പോയി മോള്. I think ഞാനത് ആലോചിച്ചു എന്തുകൊണ്ടാണെന്ന്. ഞാനിങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ. എനിക്കെന്നാ ജാനകിയമ്മയുടെ വോയിസ് ഒന്നാമത് അത്രോ
അല്ലെങ്കിൽ ഇവർ അത് മനസ്സിലാക്കുന്ന വിധം കുറച്ച് മാറിപ്പോയി. മക്കളെ അത് മാത്രം ഒന്ന് കൺട്രോൾഡ് ആയിട്ട് പാടാമോ? അതേ ഉള്ളൂ, അതൊരു തെറ്റല്ല മോളെ. എന്നാൽ അതും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്താ ഓക്കെ. ആ പൂവാക അത്രയും നീട്ടാണെന്ന് പാടിക്കേ. മതി മതി. ഇപ്പൊ താഴെ പാടിയില്ലേ, താഴത്തെ ഓക്ടേവിൽ ഇപ്പൊ പാടിയില്ല, കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട്. അതുപോലെ തന്നെ ഹൈയിലൊന്ന് പാടി നോക്കി, കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട്. അവിടെ അവിടെ മെയിൻ ആയിട്ട് പാടിയപ്പോ ചെറിയ ഓട്ടം ഉണ്ടായിരുന്നു, ഒരു ലെവൽ വെലോസിറ്റി കൂടുതൽ. അതൊരു തെറ്റൊന്നുമല്ല മോളെ, അത് പറഞ്ഞു പെട്ടെന്ന് നമ്മൾ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി കേട്ടോ. പൂഭാഗം നാട് വിട്ടെന്ന് വിചാരിച്ചു. മക്കളെ അത്രേ ഉള്ളൂ. ഈ പൂഭാഗം അങ്ങനെ നീട്ടണ്ട കേട്ടോ. അതുപോലെ മോള് കുറച്ച് വാ തുറന്ന് അക്ഷരങ്ങൾ പറയണം. അപ്പോൾ കുറേയും കൂടെ ക്ലാരിറ്റി കിട്ടും. പല വാക്കുകൾ മോള് പറയുമ്പോൾ ഇപ്പോൾ ഈ പലവയുടെ എൻ്റെ എന്താണ് അതല്ല മോളെ, അതിനു മുമ്പ് പൊന്നാട്. ആ പൊന്നേട് പൊന്നേട് അന്നൊക്കെ പൊന്നാട. ആഹാ ബ്യൂട്ടിഫുൾ മോളെ, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. ഇപ്പൊ വാ തുറന്ന് പാടും. കഴിക്കാൻ മാത്രമല്ല, പാടുമ്പോഴും വായ തുറക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അങ്ങോട്ട് സ്പൂൺ എടുത്ത് തരത്തില്ല കേട്ടോ. അപ്പൊ മക്കളെ ലവ് യുടാ. ശരത് സർ. വിജയ് ചേട്ടാ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മോളുടെ ഫീൽ, അതും ഈ 10ാമത്തെ വയസ്സിൽ ഇത്രയും ഫീലായിട്ട് പാടാൻ പറ്റുന്നത് ഒരു വലിയൊരു ഇറ്റ്സ് അമേസിങ്. അതിന് ഈ പാട്ടുകളൊക്കെ ഐ തിങ്ക് മേ ബി കുറച്ചുകൂടെയും കൊച്ചിലെ തൊട്ട് തന്നെ ഇതൊക്കെ കേൾപ്പിച്ച് അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു ബിഗ് താങ്ക്സ് പറയാം അല്ലേ? അതെ. അപ്പോൾ അത് അത്രയ്ക്കും ഐ തിങ്ക് ചില പോർഷൻസൊക്കെ ചരണത്തിലൊക്കെ ചില പോർഷൻസൊക്കെ ഈ പറഞ്ഞ ഇത് കഴിഞ്ഞിട്ടുള്ള ഇപ്പം പാടിയ പൂവാക കഴിഞ്ഞിട്ടുള്ള പോർഷനൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ ഫീലും അതിൻ്റെക്ക് വന്ന അല്ല ഓരോരോ മൂവ്മെന്റ്സ് ഒക്കെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നന്നായിട്ട് പാടി. നമ്മൾ എന്താ വെച്ചാൽ ജാനകിയമ്മയുടെ വോയിസിൽ വരുന്ന ആ ത്രോ, പക്ഷെ പുള്ളിക്കാരെ ആകെ ഇങ്ങനെ ആയിരിക്കും പാടുന്നത്, ഇത്രേ ഉണ്ടാവുള്ളൂ ഇത്. പക്ഷെ പുള്ളിക്കാരുടെ വോയിസിന്റെ ത്രോന്റെ ഇതാണ് നമുക്കത് ഭയങ്കര ഇതായിട്ട് ലൗഡായിട്ട് പാടുന്നത്. പക്ഷെ അത്രയും ലൗഡായിട്ട് പാടേണ്ട ആവശ്യമില്ല. അവിടെ മാത്രമല്ല, ബാക്കി എല്ലാം ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വിജയ് ചേട്ടാ. താങ്ക് യു. ഷാനിക. യെസ്. ഞാൻ എന്താ വേണ്ടത്? യെസിന്റെ ആവശ്യമില്ല ആക്ച്വലി. വൈ നോട്ട്? നമ്മൾ വിളിക്കുമ്പോൾ തന്നെ ജഡ്ജ്മെന്റ് പറയാനാണെന്ന് മനസ്സിലാക്കണം. എന്തിന്? Judgment? Yeah. Okay. Of course. Today is the judgment day. എന്റെ ധ്രുവ കാലയ്ക്ക് മോളെ. ഞാനും ആകെ ഈ പൂവാക ആണ്, 2 പൂവാക. ആദ്യത്തെ പൂവാക കുറച്ച് ഷൗട്ടിങ് പോലെ തോന്നി. രണ്ടാമത്തെ പൂവാകയാണെങ്കിൽ മറ്റേ ഇച്ചിരി നേരത്തെ വന്നു, ഒന്ന് ടെമ്പോ ഒന്ന് മാറി. അതർവൈസ് മോളെ ആ താഴമ്പൂ പോൽ ആ പ്ലാൻ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അതുപോലെ അതേ പ്ലാൻ തന്നെ ചരണത്തിൽ ഈ സന്ധ്യ അടിപൊളിയായിരുന്നു മോളെ. അത് വെരി കൺട്രോൾഡ് സിംഗിങ്. ഈ ഒരു പൂവാകയിൽ മാത്രം ഒന്ന് പോയി കൺട്രോള്, ബാക്കിയുള്ള എല്ലാ ഭാഗത്തും നല്ല ഫീൽ കൊടുത്തിട്ട് നമ്മൾ പാടിയത് കേട്ടോ. ഗംഭീര സോങ് സെലക്ഷൻ, മോളുടെ വോയിസിന് പറ്റിയ പാട്ട് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ധ്രുവ, ചോദിക്കാം. കൊണ്ടിട്ടെന്ന് കണ്ടില്ലല്ലോ ഒന്നും ഇടുന്നേ, നേരത്തെ ഇട്ടോ. ഇടയ്ക്ക് ഒരെണ്ണം എടുത്ത് ചാവിക്കുന്നൊക്കെ കണ്ടു. രണ്ട് കുട്ടികളുടെ അത് വേറെ ബോക്സ്. Okay. This boy getting very confused nowadays. No, we are not confused. These boys. These young boys. Okay, Sharad sir. മോളെ 9 marks. Thank you, sir. Shanika. 8.5 plus 0.5. വല്ലാത്ത creativity. I just do things differently. No. 9 marks മോളെ. Thank you, sir. Total 18 marks. Super, Dhruva. Super. Thank you. Okay. All the best. Bye. Bye.
ഗൈസ്, ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് പെർഫോമൻസ്. യെസ്, ഇപ്പൊ അധികം സന്തോഷിക്കാൻ നമുക്ക് ലാസ്റ്റത്തേക്ക് വെക്കാതെ. ആയിക്കോട്ടെ. ഓക്കെ, ഒരു സെലിബ്രേഷൻ റൗണ്ടിൽ നമുക്ക് എൻഡ് ചെയ്യാം. എന്ത് പറയുന്നു വിജയ് ചേട്ടാ? I have no problem. ഓക്കെ, അപ്പൊ ലാസ്റ്റ് പെർഫോമൻസ് പാടാൻ വരുന്നു നമ്മളുടെ സ്വന്തം ദേവാങ്കി. സോ ലെറ്റ്സ് വെൽക്കം ദേവാങ്കി. തിരുകോലം കെട്ടിയൊരുങ്ങി കുലദൈവത്താറ് വട്ടമല മുട്ടി ചിക്കി ഉണക്കി ബാൽക്കണ്ണിൽ ചെമ്പൊരി ചിന്തി വട്ടമല മുട്ടി ചിക്കി ഉണക്കി ബാൽക്കണ്ണിൽ ചെമ്പൊരി ചിന്തി മുദ്രണിഞ്ഞു വരുന്നേ പെരുമാള് വന്നേറിക്കോലും വാഴണ പൂരപ്പെരുമാള് കടലാടും കാവടി കടകം കുണ്ടല കവച കിരീടം ചൂടി തിരുകോലം കെട്ടിയൊരുങ്ങി കുലദൈവത്താറ് വട്ടമല മുട്ടി ചിക്കി ഉണക്കി ബാൽക്കണ്ണിൽ ചെമ്പൊരി ചിന്തി വട്ടമല മുട്ടി ചിക്കി ഉണക്കി ബാൽക്കണ്ണിൽ ചെമ്പൊരി ചിന്തി മുദ്രയണിഞ്ഞു വരുന്നേ പെരുമാള് വന്നേറിക്കോലും വാഴണ പൂരപ്പെരുമാള് തേനം തകതേനം 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 കൊയ്തുമിതച്ചൊരു പാടം പോലെ കിടപ്പുണ്ടാകാശം മുഴുതിങ്കൾ കൊടിയേറ്റാൻ മഴവില്ലിന്നറിയാൽ മണിമുത്തുക്കുട ചൂടൻ കരിമേഘക്കുലകും കൊയ്തുമിതച്ചൊരു പാടം പോലെ കിടപ്പുണ്ടാകാശം മുഴുതിങ്കൾ കൊടിയേറ്റാൻ മഴവില്ലിന്നറിയാൽ മണിമുത്തുക്കുട ചൂടൻ കരിമേഘക്കുലകും ആദിത്യ തേരിറങ്ങിയ തിരുദേവര വരവേൽക്കാൻ ആദിത്യ തേരിറങ്ങിയ തിരുദേവര വരവേൽക്കാൻ താനത്താനത്താനത്താനത്തെയോ തകതിമിതിത്താനത്താനത്താനത്താനത്തെയോ 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 ആദിത്യ തേരിറങ്ങിയ തിരുദേവര വരവേൽക്കാൻ ആർപ്പാവിളി കുരവകൾ കുരവകൾ
തെയ്യാറ് തകിട തെയ്യാറ് തകിട തെയ്യാറ് തകിട തെയ്യാറ് തകിട തെയ്യാറ് തകിട തെയ്യാറ് തും ജിഗി 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 തിരുകോലം കെട്ടിയൊരുങ്ങി കുലദേവത്താര് കുലദേവത്താര് ബട്ടമല മുട്ടി ചിക്കി ഉണക്കി ബാൽക്കണ്ണിൽ ചെമ്പൊരു ചിന്തി ബട്ടമല മുട്ടി ചിക്കി ഉണക്കി ബാൽക്കണ്ണിൽ ചെമ്പൊരു ചിന്തി മുദ്രയണിഞ്ഞു വരുന്നേ പെരുമാള് പന്നീരിക്കോലം വാഴണ പൂരപ്പെരുമാള് കടലാടും കാവടി കടകം കുണ്ടല കവച കിരീടം ചൂടി കുണ്ടലകവച കിരീടം ചൂടി തിരുകോലം കെട്ടിയൊരുങ്ങി കുലദേവത്താര് കുലദേവത്താര് ബട്ടമല മുടി ചിക്കി ഉണക്കി ബാൽക്കണ്ണിൽ ചെമ്പൊരു ചിന്തി ബട്ടമല മുടി ചിക്കി ഉണക്കി ബാൽക്കണ്ണിൽ ചെമ്പൊരു ചിന്തി മുദ്രയണിഞ്ഞു വരുന്നേ പെരുമാള് വന്നേരിക്കോലം വാഴണ പൂരപ്പെരുമാള് ഹോയ് 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 താങ്ക് യു. ദേവാംഗി എന്തോ എന്തായിരുന്നു അത്? ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു അതെ, obviously. yes, yes. ഓക്കെ ചോദിക്കാം. ശരത് സർ, മോളെ ദേവാംഗി എന്തോ ഏക്ക് ബഡാ സോങ് ഹേ കേട്ടോ. ബഹുത്ത് ബഡ. അത് കാര്യം മോളെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയും, ഇത് പാട്ടിൻ്റെ ഡ്യൂറേഷൻ അല്ല ഇഷ്യൂ. മോളെ ശ്രുതി, മോള് ഏകദേശം ഒരു 72% മോള് ഷാർപ്പായിരുന്നു. ശ്രുതിയുടെ മുകളിൽ ഒരഞ്ഞൊരഞ്ഞ് നിൽക്കുകയായിരുന്നു. അത് മോൾക്ക് ഫീൽ ചെയ്തോ നമ്മൾ പാടുമ്പോൾ അത് ചേരുന്നില്ല എന്നുള്ളത്? ഇല്ല, ഇന്നിയറിലൂടെ കേൾക്കുമ്പം കറക്റ്റ് ആയിട്ടാണ് പോയി. എന്നാ പിന്നെ മോടെ ഇന്നിയർ ഞങ്ങൾക്ക് തന്നാൽ മതിയായിരുന്നു. കുഴപ്പമില്ലാതിരുന്നു മക്കളെ, അതേ ഉള്ളൂ കേട്ടോ, വേറൊന്നുമില്ല. പിന്നെ എന്താണ് പല്ലവി കഴിഞ്ഞിട്ടേ ആ ഒരു ബെൻഡ് വന്നിട്ട് പിന്നെയും മോള് ആ തുടക്കം തുടങ്ങത്തില്ലേ? ഏതാണ് പല്ലവി തുടക്കം? ഏതാണ്? കടലാടും അതെങ്ങനെയാ പാടുന്നത്? കടലാടും കാവടി അത് കടിച്ചു പിടിച്ചാണല്ലോ ആദ്യം പാടിയത്. അതെങ്ങനെയാ പാടിയെന്നാ ചോദിച്ചത്. ഒരു കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ടല്ലേ പാടിയത്? കടലാടും കടലാടും കാവടി കടകം കുണ്ടല കവച കിരീടം ചൂടി. അത് കുറച്ചും കൂടെ ഒരു പവർ ഉണ്ടായിരുന്നു. മോള് ഇത് പാടി ശ്രുതി മോള് പാടി അങ്ങ് വരുമ്പോ പിന്നെ കടലാടും കാവടി അങ്ങ് ലൂസായത് അതുമൊക്കെ ഇതിൻ്റെ ഇടയിൽ കിടപ്പുണ്ട്, ഈ ശ്രുതിയുടെ ഇടയിൽ കൂടെ. അപ്പൊ മോളത് ശരിയാക്കണം കേട്ടോ, ശരിയാക്കണം. അപ്പൊ മോളെ ശ്രദ്ധിക്കുകയാണ് പ്രധാനമായിട്ട്. നമുക്ക് ഒരു പറയുമ്പോൾ അതിന് ശ്രുതി, താളം, അതുപോലെ തന്നെ അതിൻ്റെ എന്താണ് വികാരം, ആ പാട്ട് നമുക്ക് ഇമോട്ട് ചെയ്യേണ്ട എന്താണെന്നുള്ളതും പിന്നെ അക്ഷരസ്ഫുടത ഒക്കെ വേണം. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് അതിനൊരു എന്താ പറയണ്ട ഒരു കംപ്ലീറ്റ് ഫീല് കിട്ടുന്നത് മോളെ കേട്ടോ. അത് ശ്രദ്ധിച്ചോണം. ഇതിപ്പോൾ ശ്രുതിയാണ് എനിക്കൊരു ഭീകരമായിട്ട് തോന്നിയത് കേട്ടോ. കാരണം കുഞ്ഞ് ഇത്രയും ലെങ്തി ആയിട്ടുള്ള പാട്ട് ഓർമ്മ വെച്ച് പാടിയല്ലോ, അതിന് സ്പെഷ്യൽ താങ്ക് യു മോളെ.
താങ്ക് യു ശരത് സർ. ഷാനിക്ക. ദേവാംഗി എന്തോ കുഴപ്പമില്ലായിരുന്നു. താങ്ക് യു. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര എനർജി ആവശ്യമുള്ള ഒരു പാട്ടാണിത്. അപ്പോൾ എനിക്കൊന്ന് ഒരു കുറേയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്കൊന്ന് ടയർഡായോ? പാടി 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 ഇല്ല ഇല്ല കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. അനക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ല. ഒരു ഒരു ഷാർപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ടോട്ടിൽ. ഞാനും ആകെ ശ്രുതി എന്ന് മാത്രമേ എഴുതി വെച്ചുള്ളൂ. അങ്ങനെ ഒരു പെർട്ടിക്കുലർ പ്ലേസ് നമുക്ക് പറയാനില്ല. ഒരുവിധ എല്ലാ ഭാഗങ്ങളിലും എന്ത് പറ്റി ദേവാംഗി? സാധാരണ ഇങ്ങനെയല്ലല്ലോ. നല്ല ശബ്ദം കേട്ടോ, താങ്ക് യു. നല്ല ശബ്ദം. ശരി, അപ്പോൾ ഇതാണ് തോന്നിയ കാര്യം. മൊത്തം ശ്രുതി ഇങ്ങനെ പാട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് എത്തിയില്ല. മോളവിടുന്ന് ഇങ്ങനെ പാടുന്നുണ്ടായിരുന്നു, കോറസ് അവിടുന്ന് പാടുന്നുണ്ടായിരുന്നു, ഓർക്കസ്ട്ര ഇവിടുന്ന് വായിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾ സമ്മതിച്ചു കേട്ടോ. 7.5 മിനിറ്റ് റെസ്റ്റ് ഇല്ലാതെ പണിയെടുത്ത് 7:30 വെളുപ്പിനെന്ന് ഉണർന്നെന്നൊക്കെ പറയുന്നു. വായിച്ച് തള്ളുകയായിരുന്നു. അതെ, അടിപൊളിയായിരുന്നു നിങ്ങൾ. അപ്പോൾ ഇതാണ് ദേവാംഗി, ശ്രുതി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ ഇത് നെക്സ്റ്റ് ടൈം വരുമ്പോൾ ശരിയാക്കും, സെറ്റാക്കിയിട്ട് വാ. സെറ്റാക്കും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. വിജയ് ചേട്ടാ. അത് തന്നെ ഐ തിങ്ക് ഇത്രയും നീണ്ട ഒരു സോങ്, അത് അത്രയും കഷ്ടപ്പെട്ട് അതും ഓർത്ത് ഒക്കെ പാടി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു വിജയ് ചേട്ടാ. ദേവാംഗി ചോദിക്കാം. മാർക്സ്. ശരത് സർ. 7 മാർക്ക്. ദേവാംഗി 7.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. ദേവാംഗിയുടെ പെർഫോമൻസോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. പോകുന്നതിന്റെ സന്തോഷമാണോ? അല്ലല്ല, എപ്പിസോഡ് കഴിഞ്ഞതിന്റെ സന്തോഷം സാധാരണ ഭയങ്കരമാണല്ലോ. സാധാരണ ഞാൻ മാത്രം ഇത്രയും സന്തോഷിച്ചു ആണ്. പക്ഷെ ഞങ്ങൾക്കൊരു സങ്കടമുണ്ട്. എന്താ? വിജയ് ചേട്ടാ പോവല്ലേ? കണ്ട ശരത് സാറൊക്കെ സൈലന്റ് ആയി. കുട്ടികളൊക്കെ കരയുന്നു. അവരാരും കരയുന്നില്ല. കണ്ണാടി ഇട്ടോണ്ട് കരയടാ. ആ കൈ കാണുന്നു. ആ കണ്ണാടി ഇട്ടോണ്ട് കരയും. ആ കൈ എനിക്കും കാണുന്നു. വിജയ് ചേട്ടാ എന്താ? സ്റ്റേജിലേക്ക് അങ്ങനെ ഒരു ചടങ്ങുണ്ടോ? ഉണ്ട്. ഇതൊക്കെ പാർട്ട് ഓഫ് ദി ഗെയിമാ. വിജയ് ചേട്ടാ എന്താ വേണ്ടേ? ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ, സത്യം പറയാം. ഒന്നാമത് ശരത്തേട്ടനും ഷാനും ഉള്ള ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്കും നല്ല ജോയിലാണ്. പിന്നെ താനും കൂടെ അതിന്റെ കൂടെ ചേർന്നപ്പോഴത്തേക്കും നല്ലൊരു വൈബായി. താങ്ക് യു ചേട്ടാ. ഞാൻ അതിന്റെ കൂടെ ഞാനിങ്ങനെ പിടിച്ച് നിന്നു മാത്രം. ആൻഡ് പിള്ളേരുടെ പാട്ടുകൾ ഓരോരോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സോങ്സ് അവരെടുത്ത് പാടിയതും നല്ലൊരാളുടെ കയ്യിലാണ് എന്നാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ നല്ലൊരു വൈബോടെ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി അന്ന് എന്നെ തന്നെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയണം, നമ്മൾ പറയേണ്ടി വരുന്നു. തലക്കനം കൂടരുത്. അതില്ല വിജയ് ചേട്ടാ. ഇല്ല, അങ്ങനില്ല. ജഡ്ജൊക്കെ ചെയ്യാൻ തുടങ്ങിയില്ലേ? നേരത്തെ പിച്ച് പോയോ? അതെ, പിച്ച് പോയോ എന്നൊക്കെ. ഞാൻ പഠിക്കുവല്ലേ. അത് പഠനത്തിന്റെ ഒരു ഭാഗമാണ്. പഠിക്കല്ലേ? അതെ. ഓക്കെ വിജയ് ചേട്ടാ, നമുക്കിവിടെ ഒരു ചടങ്ങുണ്ട്. അതായത് നമ്മുടെ അതല്ല, അതിവിടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാ. അപ്പൊ നമുക്ക് അതിലൊന്ന് സിഗ്നേച്ചർ വേണം വിജയ് ചേട്ടന്റെ. ഓക്കെ. താങ്ക് യു വിജയ് ചേട്ടാ. താങ്ക് യു വൺസ് അഗൈൻ അമൃത ടിവിക്കും. ഇനി വരുമോ? പിന്നെ വിളിച്ചാ വരും. വരണം, വിളിക്കും എന്തായാലും. അപ്പൊ ശരത് സാറോ ഷാനിക്ക് ഏതെങ്കിലും ഒരു പാട്ട് സജസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടമുള്ള? എന്താ പാട് വിജയ്? ഒരു മധുരക്കിനാവിൻ നമ്മൾ ഡുവറ്റ് പാടിയതാ. കേക്കാം. അതിപ്പോ അയ്യോ അതല്ല, എനിക്കത് അതിന്റെ ഇംഗ്ലീഷ് അല്ലേ? യു സാങ് ദ ഇംഗ്ലീഷ് പാർട്ട് റൈറ്റ്? അല്ല, ഈ ഒരു മധുരക്കിനാവിൻ പാടാനാണ് ദീപകേട്ടൻ എന്നെ വിളിച്ചത്. ഒറിജിനലി എന്നിട്ട് ഞാൻ അവിടെ പോയപ്പോഴാണ് ദീപകേട്ടൻ എന്നോട് പറയുന്നത്, ഞെട്ടരുത്, നീ ഒരു മധുരക്കിനാവിൻ പാടാനാണ് വന്നത്. അവൻ എൻ്റെ പൊന്ന് ദീപകേട്ട, വെറുതെ ആ പാട്ടിനെ കൊല്ലരുത്. അത് നല്ല രീതിയിൽ അവിടെ ഓൾറെഡി ഉണ്ട് ഒരു ഒറിജിനൽ. ഞാൻ എന്നിട്ട് ഒരു മധുരക്കിനാവിൻ കുറച്ചൊന്ന് നോക്കി, എനിക്കും മനസ്സിലായി, പുള്ളിക്കും മനസ്സിലായി ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള കാര്യം. എന്നിട്ടാണ് ഞാൻ ഹേയ് ബേബി പാടിയത്, സെയിം പ്രണയനില. എന്നാ ഒരു മധുരക്കിനാവിൻ
എനിക്ക് എന്റെ വരിയൊന്നും ഓർമ്മയില്ല. വാ ഒന്നിച്ച് പാടും. ഷാനിക്ക് വാ. ഒരുപാട് അല്ല ശരത് സാർ എഴുന്നേപ്പിച്ചു വിടും. എടേ എണീറ്റ് പോടെ. വിജയ് ചേട്ടാ തുടങ്ങാം. അതിന് മുന്നേ ഞങ്ങളുടെ സൂപ്പർ സ്റ്റാറിന്റെ എല്ലാവരുടെയും വക അന്വേഷണം ദാസേട്ടനോടും ആന്റിയോടും അമ്മയോടും എല്ലാവരോടും പറയണം. യെസ്. അപ്പൊ തുടങ്ങാം. റെഡി? തുടങ്ങാം. 1 2 3 4. I wanna live my life for you, baby. Come on and tell me that you feel it too. I wanna live my life for you, baby. You gotta tell me that you feel it too. അധരമൃത ജലശേഖരം നയനനദന ശിശിരാമൃതം ചെറുമണിയിൽ ചെറുകിളികൾ മേഘനീലമൊഴുകി വരൂ പൂഞ്ചുരുൾ ചായൽ എന്തൊരുന്മാദം എന്തൊരാവേശം ഒന്ന് പുൽകാൻ ഒന്നാകുവാൻ അഴകേ ഒന്നാകുവാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരമാശകളാൽ ഒരു പൊൻവല നെയ്യും തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരമാശകളാൽ ഒരു പൊൻവല നെയ്യും തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു ഞാൻ. I wanna live my life for you, baby. Come on and tell me that you feel it too. I wanna live my life for you, baby. You gotta tell me that you feel it too. Whoa. I wanna live my life for you, baby. Come on and tell me that you feel it too. Whoa. I wanna live my life for you, baby. You gotta tell me